ബോസ് മലയാളം പുതിയ സീസൺ ഉടൻ തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. ഇത്തവണ ആരൊക്കെയാവും മത്സരാർത്ഥികൾ എന്നുള്ള ആകാംക്ഷയിലാണ് പരിപാടിയുടെ ആരാധകർ. ആദ്യ സീസണിലെ വിജയിയായ സാബുമോൻ മുതൽ മുൻ സീസണുകളിലെ താരങ്ങളായവർ സിനിമാ താരങ്ങളെക്കാൾ വലിയ സെലിബ്രിറ്റികളാവുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ബിഗ് ബോസ് എന്ന ഒറ്റ പരിപാടി കൊണ്ട് ജീവിതം തന്നെ മാറ്റിമറിഞ്ഞവരാണ് പലരും. ബിഗ് ബോസ് മുൻ സീസണുകളിലെ ചിലരുടെ ജീവിതം മാറ്റിമറിയുന്നത് എങ്ങനെയെന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് ആലപ്പി അഷറഫ് സാബുമോൻ മുതൽ പേളിമാണിയും രഞ്ജിത്ത് കുമാറും അടക്കമുള്ളവരെക്കുറിച്ച് പറയുന്നത്. ആലപ്പി അഷറഫിൻ്റെ വാക്കുകൾ എങ്ങനെയാണ്: കോടികൾ മുടക്കിയാണ് മോഹൻലാൽ അവതാരികനായി എത്തുന്ന ബിഗ് ബോസ് എന്ന പരിപാടി ഒരുക്കിയിരിക്കുന്നത്. വമ്പിച്ച ജനപ്രീതി നേടിയ പരിപാടി കൂടിയാണിത്. 2013 സൂര്യ ടിവിയാണ് ഇത്തരമൊരു ആശയവുമായി മലയാളത്തിൽ എത്തുന്നത്. മലയാളി ഹൗസ് എന്നായിരുന്നു അതിൻ്റെ പേര്. രേവതിയായിരുന്നു അവതാരക. സന്തോഷ് പണ്ഡിറ്റ്, രാഹുൽ ഈശ്വർ, GS പ്രദീപ്, നാരായണൻകുട്ടി, നീന കുറുപ്പ്, സിന്ധു ജോയ്, ചിത്ര അയ്യർ തുടങ്ങിയവരൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ പരിപാടി അന്ന് പൊതുസമൂഹത്തിൽ നിന്നും വലിയ വിമർശനവും ഏറ്റിരുന്നു. ഇതിൽ പങ്കെടുത്തത് കാരണം തൻ്റെ ജീവിതത്തിൽ വലിയ ഡാമേജ് സംഭവിച്ചു എന്നാണ് GS പ്രദീപ് പറഞ്ഞത്. ഒരിക്കലും തന്നെ പോലൊരാൾ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നോർത്ത് വിഷമിച്ചിട്ടുമുണ്ട്. അന്ന് ഈ പരിപാടിയെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി ഹൗസിൻ്റെ വിജയ് രാഹുൽ ഈശ്വർ ആയിരുന്നു. രണ്ടാമത് സിന്ധു ജോയും. അന്ന് രാഹുൽ ഈശ്വറിൻ്റെ സ്ത്രീകളോടുള്ള ഇടപെടലുകളും സംബന്ധിച്ച് സമൂഹത്തിൽ വാർത്തകളും ചർച്ചകളും വന്നിരുന്നു. ചുംബന സമരത്തെ രാഹുൽ ഈശ്വർ വിമർശിച്ചപ്പോൾ സമരക്കാർ ചോദിച്ചത് മലയാളി ഹൗസിൽ താൻ കാണിച്ച വൃത്തികേടൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു. അതിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ഇമേജിനും കോടം തട്ടി എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മലയാളി ഹൗസ് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് പ്രത്യക്ഷപ്പെടുന്നത്. പേരിലും ഘടനയിലുമുള്ള ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. ആദ്യ സീസൺ വലിയ കോളിളക്കവും വിജയവും സൃഷ്ടിച്ചു. ആ വിജയത്തിൻ്റെ വലിയൊരു പങ്ക് മോഹൻലാലിനുള്ളതാണ്. ആദ്യ സീസണിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ സാബുമോൻ, രഞ്ജിനി ഹരിത, ശ്വേതാ മേനോൻ, പേളിമാണി, ശ്രീനിസ് അരവിന്ദ് തുടങ്ങിയ നിരവധി പേരാണ്. ആദ്യ സീസണിൽ തന്നെ തമ്മലടി, ചീത്തവിളി, അപവാദം പറച്ചിൽ, കൊങ്ങയ്ക്ക് പിടുത്തം തുടങ്ങിയ കലാപരിപാടികളിലൂടെ ഈ പരിപാടി എങ്ങനെയോ ആണെന്നോ ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തു. സാബുമോനായിരുന്നു ആദ്യ സീസണിലെ വിജയ്. ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും ദുഷ്പേരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സാബുമോന് ബിഗ് ബോസിൽ അവസരം ലഭിക്കുന്നത്. എന്നാൽ ഈ ദുഷ്പേരെല്ലാം ഒറ്റയടിക്ക് മാറിക്കിട്ടി. ഒരു നാടൻ റൗഡി വേഷത്തിലുള്ള മട്ടിൽ നടന്നിരുന്ന സാബുമോൻ ഒരു രജനികാന്ത് പടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ പെട്ടെന്ന് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പ്രത്യക്ഷപ്പെട്ടു. രജനിക്ക് കിട്ടുന്നത് പോലെ തന്നെ കയ്യടിയും വാങ്ങിക്കൂട്ടി. റണ്ണറപ്പായിരുന്നു പേളിമാണിക്കുണ്ടായ നേട്ടം. ബിഗ് ബോസ് ഹൗസ് ഒരു സ്വയംവര പന്തലാക്കാൻ കഴിഞ്ഞു എന്നതാണ്. സാബുമോൻ നല്ലവനായ ഉണ്ണിയായി മാറി, കരിയർ മെച്ചപ്പെടുത്തി. പേളിമാണി സുന്ദരമായ ഒരു മാതൃകാ കുടുംബജീവിതം നയിക്കുന്നു. ഇവർ രണ്ടുപേരും പ്രശ്നങ്ങൾക്കിടയിൽ നിന്നും നല്ല ജീവിതം നേടിയെങ്കിലും ബാക്കിയെല്ലാം സീസൺ എങ്ങനെയാണെന്ന് കരുതുന്നത്. പിന്നീടുള്ള സീസണുകളിൽ ജനപിന്തുണ നേടിയവരെക്കുറിച്ച് പറഞ്ഞാൽ ഒന്ന് ഡോക്ടർ രജിത് കുമാറാണ്. ഏറ്റവും അധികം ജനപിന്തുണയുള്ള മത്സരാർത്ഥിയായിരുന്നു. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളെന്ന നിലയ്ക്കും കോളേജ് അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹം വമ്പിച്ച പിന്തുണ ലഭിച്ചു. പിന്നീട് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികൾ ജീൻസ് ധരിച്ചാൽ ഗർഭപാത്രം ചുരുങ്ങുമെന്നും അവർ പ്രസവിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നു കൊണ്ടല്ല, ആയിരക്കണക്കിന് പെൺകുട്ടികൾ പഠിക്കുന്ന വിമൻസ് കോളേജിലാണ്. അന്നുണ്ടാക്കിയ പേരുദോഷം മാറ്റി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ കപ്പടിക്കുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതിനേക്കാൾ 10 മടങ്ങ് വിവരക്കേട് അല്ലെങ്കിൽ ക്രൂരത അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടി. ഒരു പെൺകുട്ടിയുടെ അസുഖം ബാധിച്ച കണ്ണിൽ പച്ചമുളക് ഞെരടി തേച്ചു കൊടുത്തു. ദശലക്ഷണ ആളുകളുടെ പ്രതീക്ഷയാണ് ആ പച്ചമുളകിലൂടെ തല്ലിത്തകർത്തത്. മറ്റൊരു മത്സരാർത്ഥിയായ വീണ നായർ വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന് നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുത്ത് കലാരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും, സുന്ദരിയായ കലാകാരി. ഭർത്താവിനെയും കുടുംബത്തെയും കുറിച്ച് വാത്തോരാതെ അവർ സംസാരിക്കുകയായിരുന്നു. ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു തുറന്നു പറച്ചിലിന് അവസരം ലഭിച്ച. ജീവിതത്തിൽ നേരിട്ട ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അന്നുവരെ തൻ്റെ പ്രാണനോട് പോലും തുറന്നു പറയാനാകാത്ത ആ ജീവിത രഹസ്യം കോടിക്കണക്കിന് പ്രേക്ഷകരോട് പറഞ്ഞു. ഒരു ഭർത്താവും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കഥയായിരുന്നു അത്. ആശുപത്രിക്കിടക്കൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന തൻ്റെ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പണത്തിന് വേണ്ടി തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ ഏറ്റെടുക്കേണ്ടി വന്ന കടുത്ത തീരുമാനം. ഈ തുറന്നു പറച്ചിൽ വഴി അവർക്ക് നഷ്ടപ്പെട്ടത് സ്നേഹനിധിയെന്ന് അന്നുവരെ അവർ പുകഴ്ത്തിയ ഭർത്താവിനെയും കുടുംബത്തെയുമാണ്. ആലപ്പി അഷറഫ് പറയുന്നു.